ജോലിക്കാരി ഇന്ന് ലീവാ. അമ്മയ്ക്ക് ചായ എടുക്കട്ടെ? മേനക, ആരാണ് ഈ സേവിയർ? ഏത് സേവിയർ? നീ ഇപ്പൊ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചില്ലേ, ആ സേവിയർ. അമ്മയും അതേ കാര്യത്തിന് തന്നെയാണോ ഇന്നലെ പോയത്, കൊല്ലാൻ? എത്ര നിസ്സാരമായിട്ടാ ഗുണ്ടകളെ വിളിച്ച് കൊല്ലാനൊക്കെ ഏർപ്പാടാക്കുന്നത്. നീ ഈ കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നവളാണോ മേനകെ? നിന്റെ മമ്മി ഉപദേശങ്ങളൊക്കെ ഒരുപാട് തരും. ജീവിതം അത് മാത്രമാകാതെ നോക്കണം. അമ്മ അവളെ തിരഞ്ഞു നടക്കുന്നത് അമ്മയുടെ ന്യായം. അവളില്ലാതാവണം എന്നത് എന്റെ ന്യായം തന്നെയാണ്. എന്ത് ന്യായം? കേൾക്കട്ടെ. അമ്മയും മോളും കൂടി ആ പാവപ്പെട്ട പെണ്ണിനോടും കുഞ്ഞിനോടും ചെയ്തതൊന്നും മറക്കണ്ട. എല്ലാം ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് വർഷം 18 സൂര്യയുമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ടും അത്രയും വർഷം തന്നെയായി. ഞാൻ പ്രസവിച്ചു. ആ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെയുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ സത്യം. അത് നിഷേധിക്കാൻ അമ്മയ്ക്കാവൂ? നിന്റെ മുന്നിലുള്ള സത്യത്തെ നിലനിർത്താൻ വേറെ പലതും വെട്ടിവീഴ്ത്തുന്ന ഈ രീതി, ഈ പ്രതിരോധം ശരിയാണോ മേനകെ? ചൂട് കൂടുമ്പോ അമ്മ AC ഓൺ ചെയ്തിരിക്കാറില്ലേ? തണുപ്പ് വരുമ്പോ പുതയ്ക്കാറില്ലേ? അത് പ്രതിരോധമല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ നിലനിൽപ്പ്, എന്റെ മകളുടെ ഭാവി, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചാൽ അതിലെന്താണ് തെറ്റ്? അവസരം കിട്ടുമ്പോ അമ്മ തനിച്ചിരുന്നൊന്ന് ചിന്തിക്കണം, ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന്. ഭാര്യയും മകളുള്ള മകന്റെ ആദ്യ ബന്ധം അന്വേഷിച്ച് പ്രാർത്ഥനയും പൂജയൊക്കെ നടത്തുന്നത് എത്ര നിലവാരമില്ലാത്ത കാര്യമാണെന്ന് അപ്പം മനസ്സിലാവും. എനിക്ക് എല്ലാ കാര്യത്തിലും അമ്മയെ എതിർക്കണോ എന്നൊന്നുമില്ല. പക്ഷേ ഇത് കൊന്നില്ലെങ്കിൽ ഞാൻ ചാവണം. അപ്പോ ഞാൻ ജീവിക്കാനല്ലേ നോക്കേണ്ടത്? ഡാഡി, ഹായ് ചേച്ചി. ഹായ് അങ്കിൾ. എന്താ ഈ നേരത്ത്? നത്തിങ്. അങ്കിൾ, ഋഷി എവിടെ? റൂമിലാ? അതെ, എന്താ? ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വന്നതാ. എന്താ ഡൗട്ട്? ഞാൻ പറഞ്ഞുതരാം. ഏയ് വേണ്ട, ഞാൻ കണ്ടോളാം. അവളുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ലേ? മമ്മിയുണ്ടോ മോള്? ഉണ്ട്. അവന്റെ സ്റ്റുഡന്റ് അല്ലേ? ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ചോദിക്കാനായിരിക്കും. അതെ അതെ, ഋഷിക്ക് അവളെ കണ്ണെടുത്താ കണ്ടൂടാ. ഹായ് ഋഷി. ഹായ്. ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ? ഹേയ്, നോ. എന്താ? ഞാൻ കൊറേ വിളിച്ചു. ഋഷി എന്താ ഫോൺ എടുക്കാതിരുന്നെ? കമ്പനിക്ക് അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഋഷി. ഞാൻ അവിടെ വന്നു എന്നത് സത്യം. ബട്ട് ആക്ച്വലി ഐ ഡോണ്ട് നോ. രംഭ, പ്ലീസ്, ക്യാമ്പസ് വിഷയങ്ങൾ അവിടെ മതി. നോ, ഋഷിയുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മാറ്റാനാ ഞാൻ വന്നത്. എന്നിട്ടേ പോകുന്നുള്ളൂ. ശരി, ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. ഒന്ന് പോ. രംഭ, രംഭ, താൻ ഇറങ്ങിക്കോ. എനിക്കറിയാം ഋഷി എന്നെ ആട്ടിയിറക്കുക. ശരിയാ, എനിക്ക് കബനിയോട് ശത്രുത തോന്നിയിട്ടുണ്ട്. ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ
അതിന്റെ പേരിൽ എന്നെ അകറ്റി നിർത്തല്ലേ ഋഷി. നോ ഋഷി, ഞാൻ വേണമെങ്കിൽ ഇനി ക്യാമ്പസിൽ വരുന്നില്ല എന്ന് തീരുമാനിക്കാം. അവളെ കാണാതിരിക്കാം. സംഭവിച്ച കാര്യത്തിന് ഋഷി എന്നെയാണ് സംശയിക്കുന്നതെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ മാപ്പ് പറയാം. പ്ലീസ് ഋഷി, എന്നെ അവോയ്ഡ് ചെയ്യരുത്. രംഭ, എടോ ഓക്കെ, ഞാൻ വിശ്വസിച്ചു. രാത്രിയാ, താൻ പോവാൻ നോക്ക്. ഋഷി, കാര്യായിട്ടല്ലേ പറഞ്ഞത്? അതെ, ചെല്ല്, ഞാൻ വിളിക്കാം. വിളിക്കോ? ഷുവർ, ഞാൻ വിളിക്കാടോ. ഓക്കെ. ഋഷിക്ക് അറിയോ ഞാൻ എത്ര ഹാപ്പിയാണെന്ന്? ഞാൻ ഋഷിയുടെ അടുത്ത് വന്നു. ഋഷി എന്നെ തൊട്ടു, ആശ്വസിപ്പിച്ചു. ഇനി ഞാൻ പൊയ്ക്കോളാം. ഗുഡ് നൈറ്റ് ഋഷി. ഗുഡ് നൈറ്റ്. നാശം, ഇറങ്ങിപ്പോവാൻ വേറെ മാർഗമൊന്നുമില്ല. ഹായ് ആന്റി. ഇപ്പോ സമയം എത്രയായി? 9:30. ഈ സമയത്താണോ ഒരു വീട്ടിൽ കയറി വരുന്നത്? അത് സാറിനോട് ഒരു ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്ന് പരിഹരിക്കണമായിരുന്നു, അവന്റെ പേഴ്സണൽ റൂമിലല്ല. ആന്റി, അത് ലുക്ക്, നിന്റെ മമ്മിയും അമ്മമ്മയും നിന്നെ വളർത്തുന്ന ഒരു രീതിയുണ്ട്. ആ ചിട്ടയല്ല ഇവിടെ. ഇവിടെ വരുന്നവർ ഇവിടുത്തെ രീതികൾ പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഇറങ്ങട്ടെ ആന്റി. നിക്ക്. ഇന്ദ്രപുരിയെക്കുറിച്ച് നിന്റെ അമ്മയുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുണ്ട്. അത് അവൾക്ക് താലോലിക്കാൻ കൊള്ളാം. പക്ഷേ ഇവിടെ, ഈ വീട്ടിലോ ഇവിടെ ആരിലെങ്കിലോ നിനക്ക് സ്വാതന്ത്ര്യ കൂടുതലുണ്ടെന്ന് തോന്നിയ അത് തിരുത്തണം. മനസ്സിലായോ? ഇനി വരുമ്പോ വരുന്നതിന് മുൻപ് വിളിക്കണം എന്നെ. ചെല്ലുമ്പോ അമ്മയോട് പറയുകയും വേണം, ഇന്ദ്രപുരി സമയം നോക്കാതെ നിങ്ങൾക്ക് നിരങ്ങാനുള്ള സ്ഥലമല്ലെന്ന്. ഞാൻ പറഞ്ഞു എന്ന് തന്നെ പറയണം. പൊയ്ക്കോ. എപ്പോഴും നല്ലത് ചെയ്യാറില്ലെങ്കിലും ഇപ്പൊ നിന്റെ അമ്മ ചെയ്തത് ന്യായമാ. അകറ്റി നിർത്തേണ്ടവർ അകറ്റി നിർത്തേണ്ടവർ തന്നെയാണ്. ഞാൻ നിന്നെ കാണാതെ അപ്പുറത്തെ ഇപ്പുറത്തെ മുറിയിലൊക്കെ കേറി തട്ടി. എന്നിട്ട് അപ്പുറത്തെ മുറിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, പക്ഷെ ഇപ്പുറത്തെ മുറിന്ന് എനിക്ക് കുറച്ച് കേക്ക് കിട്ടി. ആ കാതറിനില്ലേ, ആ കൊച്ചിന്റെ അമ്മാമ്മയുടേതായിരുന്നു പിറന്നാള്. അവള് തന്നതാണോ അതോ നീ തിന്നാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചോ? സത്യമായിട്ടും അല്ലടി, അവള് തന്നത് തന്നെയാ. ആ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ പഠിക്കാൻ. എന്തു പഠിക്കാൻ? ഋഷി സാർ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കണമെന്ന്. ആ, പഠിച്ചോ? നീയും വാ. സാറ് നിനക്ക് പുസ്തകം ഒപ്പിട്ട് തന്നു, അപ്പൊ നീ പഠിക്കും. സാർ എനിക്ക് ഒപ്പിട്ട് തരുമ്പോ ഞാനും പഠിക്കും. എടി മടിച്ചി, അപ്പോഴേക്കും നീ ഒരു കാരണം കണ്ടുപിടിച്ചു അല്ലേ? വന്നിരുന്നേ, വാ. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ, ക്ലാസ് ഇരുന്ന് പഠിക്കുന്നത് പോരാഞ്ഞിട്ട് ഇവിടെ വന്ന് വേറെയും പഠിക്കാൻ. നമുക്ക് ഇത്ര വിദ്യാഭ്യാസമൊക്കെ മതിയേ. എടി, സാറിന്റെ പുസ്തകം കയ്യിൽ വെച്ച് പഠിച്ചിട്ടേ
സ്വപ്നം കണ്ട് അവിടെ നിന്ന് ഉറങ്ങി പോണ്ട. രംഭ പറഞ്ഞത് കറക്റ്റാ. ഋഷി സാർ കൊടുത്ത ബുക്കില് എന്തോ ഉണ്ട്. നമുക്കിപ്പൊ തന്നെ അത് പിടിച്ചെടുത്താലോ? അവള് തനിച്ചല്ലേ? രാത്രിയാ. അവള് ബഹളം വെച്ചാ പിന്നെ മേറ്റം പോലീസിനെ വിളിക്കും. അവർക്ക് അത് മാത്രമല്ലേ അറിയൂ. അവൾ അതിലങ്ങനെ ലയിച്ചിരിക്കുമല്ലേ? എന്താ നോക്കാം. വാ വാ. ഹലോ, എന്താടി? രംഭ, കബിന് ഋഷി കൊടുത്ത പുസ്തകവും കൈ പിടിച്ച് കുറെ നേരമായിട്ട് കറങ്ങി നടക്കുന്നു. അതിലെന്താന്നറിയാൻ ഞങ്ങൾ കുറെ ശ്രമിച്ചു, പക്ഷെ കണ്ടില്ല. നിന്നെയൊക്കെ പിന്നെ എന്തിനു കൊള്ളാം? രംഭ, നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താ? അവൾ അത് പിടിച്ചിരിക്കുന്ന രീതി കണ്ടാ അറിയാം ഏറ്റവും വിലപ്പെട്ട എന്തോ ഒന്നാണെന്ന്. യെസ് രംഭ, ശരിക്കും അവൾ ഇരിക്കുന്നത് ഒരു കാമുകി മൂടില്ല. ഷട്ട് അപ്പ്. നിന്റെ ഒന്നും വിശേഷണം എനിക്ക് കേക്കണ്ട. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെ ആക്രമിച്ച് പിടിച്ചെടുക്കാൻ പറ്റുമോ? ലുക്ക് ചിന്ത, ആ പുസ്തകത്തിൽ എന്താന്ന് എനിക്ക് അറിയണം. തട്ടിപ്പറിക്കല്ല, അവളെ കൊന്നിട്ടായാലും എനിക്കത് വേണം. ഞങ്ങൾ ശ്രമിക്കാം. ഇന്ന് നിങ്ങളത് എടുത്താ നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു ആഗ്രഹമില്ലേ, 7 സ്റ്റാർ സൺ ഇന്റർനാഷണൽ ഒരു പാർട്ടി? നാളെ ഞാനത് നടത്താം. റിയലി? ഷുവർ. വിത്തിൻ 1 hour ഞങ്ങൾ അത് കൈക്കലാക്കി നിന്നെ വിളിക്കും, ഉറപ്പ്. എന്താ? വാ, കമോൺ. മതിയടി, അതൊക്കെ നമുക്ക് നാളെ കളഞ്ഞാ പോരെ? ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം ചെയ്യണം. അമ്മ പറഞ്ഞതാ, ഇന്നത്തേതൊന്നും നാളത്തേക്ക് വെക്കരുതെന്ന്. ഇന്നത്തൊന്നും നാളേക്ക് വെക്കാതിരുന്നാ അപ്പൊ ഈ പഴങ്കഞ്ഞി എങ്ങനെയാ ഉണ്ടാവുന്നേ? ഇന്നത്തെ കഞ്ഞിയല്ലേ നാളത്തെ പഴങ്കഞ്ഞിയാവുന്നേ? ഓ, അതും തീറ്റയിലേക്ക് കൊണ്ടുപോയി ചേർത്തോ? കഷ്ടം. പത്മിനി, എന്താടി? ഒന്ന് പതുക്കെ പറ. അവളുമാര് പുറത്തുണ്ട്. ആര്? ആ രംഭയുടെ ഫ്രണ്ട്സ്. അവരെ ഋഷി സാറ് തന്ന പുസ്തകം തേടി വന്നതായിരിക്കും. ഓ, വരട്ടെ. നീ വാതില് കുറ്റിയിടണ്ട. പിന്നെ അങ്ങനെ കിടക്കട്ടെ. നമ്മൾ ഉറങ്ങുന്നത് വരെ അവര് കാക്കും, എന്നിട്ട് അവര് വരൂ. ആ സമയം കൊണ്ട് നമുക്കൊരു പരിപാടി ഒപ്പിക്കാം. എന്തു പരിപാടി? അതൊക്കെ ഉണ്ട്, സമയം വരട്ടെ. അവൾ ഉറങ്ങട്ടെ, എന്നിട്ട് വരാം. ഓക്കെ. എന്തു പറ്റി? കുറേ നേരമായല്ലോ നിന്റെ ഒരനക്കവും ഇല്ലാതായിട്ട്. ഐ ആം വെയിറ്റിംഗ് എ കോൾ. ആരുടെ? ഋഷി? ഇത്ര ആകാംക്ഷയോടെ കാത്തിരിക്കാൻ നിനക്ക് വേറെ ഏത് കോളാ ഉള്ളത്? അതൊന്നും അല്ല, എന്റെ ഫ്രണ്ട്സാ വിളിക്കുന്ന. ഓ, നിന്റെ പട്ടാളം. അവരിങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചാ പോരെ? നോ, അവര് വിളിക്കണം. എന്താ മോളു ഇത്ര ടെൻഷൻ? ഞാനൊന്ന് പറഞ്ഞില്ലേ മമ്മി, ഋഷി അവൾക്കൊരു പുസ്തകം കൊടുത്തുന്ന്. ഇപ്പൊ അവൾ അതും കൈ പിടിച്ച് ഹോസ്റ്റലിലിരിക്കുക.
നിന്റെ ഫ്രണ്ട്സ് അത് കണ്ടു, അവര് നിന്നെ ടെൻഷനാക്കി. അതല്ലേ കാര്യം? അവരെന്റെ റിയൽ ഫ്രണ്ട്സാ. എന്റെ ഫീലിങ്സ് ഒക്കെ അവർക്കറിയാം. എടി മണ്ടി, നീ ഒരാളെ ഇഷ്ടപ്പെടുമ്പോ അയാള് വേറൊരു പെണ്ണിനോട് സംസാരിച്ചു, അവന്റെ മൊബൈലിൽ വേറൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു എന്നൊക്കെ ഫ്രണ്ട്സ് പറയും. നീ അതിൽ വീണുപോയാ അത് നിന്റെ ബുദ്ധിയില്ലായ്മ, അല്ലാതെന്താ? അങ്ങനെയല്ല മമ്മി. അറ്റ്ലീസ്റ്റ് ഋഷിയുടെ ഒരു സൈൻ അതിലുണ്ടായപ്പോലും എനിക്കത് സഹിക്കാനാവില്ല. ഋഷി നിങ്ങളുടെ ടീച്ചറല്ലേ? ഒരു സ്റ്റുഡന്റിന് ബുക്ക് സൈൻ ചെയ്ത് കൊടുത്താൽ തന്നെ അതിലെന്താ? ഞാൻ മമ്മിയോട് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഡാഡിക്ക് മറ്റൊരു സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ മമ്മി മാരേജിന് സമ്മതിച്ച്? എന്നിട്ട് പിന്നെന്താ, അവര് വീണ്ടും വരുവോ, ഡാഡിക്ക് ആ റിലേഷൻ റീസ്റ്റാർട്ട് ആവുമോ എന്നൊക്കെ ആലോചിച്ച് മമ്മി ടെൻഷൻ ആവുന്നേ? മമ്മിയോടുള്ള ഡാഡിയുടെ ഇഷ്ടം നഷ്ടപ്പെട്ടാലോ എന്നുള്ള പേടി, മമ്മിക്ക് സ്ഥാനമാറ്റം വരുമോ എന്നുള്ള ടെൻഷൻ, അതല്ലേ? എനിക്കും അതേ പേടി തന്നെയാ. വിട്ടുകൊടുക്കാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല മമ്മി. നന്നായി സംസാരിക്കാൻ പഠിച്ചു നീ. പറഞ്ഞതില് തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു തിരുത്തുണ്ട്. എന്റെ ടെൻഷൻ ഞാൻ 2ാം സ്ഥാനക്കാരിയാവുന്നതിന്റെ പേരിലല്ല. നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ടാ. കൊട്ടാരമുറ്റത്തിന് മറ്റൊരവകാശിയുണ്ട് എന്നത് സ്വപ്നത്തിൽ പോലും ഞാൻ സഹിക്കില്ല. സോറി മമ്മി. സാരമില്ല. പറ്റുമെങ്കിൽ നിനക്ക് ഉത്തരം മുട്ടുമ്പോ പോലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കണം. ഒരു ശരാശരി പെണ്ണിന്റെ തോന്നലുകൾ മമ്മിക്കുണ്ട്. എന്താടി ഇത്? അയ്യോ, ഞങ്ങളുടെ നാട്ടിലെ കാളിയമ്മയാ. ഭയങ്കര ശക്തിയാ. ആണ്ടിലൊരിക്കല് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരാളുടെ ശരീരത്തിൽ കയറും. പിന്നെ അന്ധവിശ്വാസം. അയ്യോ, അന്ധവിശ്വാസം.
വിശ്വസിച്ചൊന്ന് കാലം പിടിച്ച് പറ. ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ചെയ്യും, അല്ലെങ്കിൽ ചോര കണ്ടേ നിൽക്കുള്ളൂ. ചെല്ലെന്ന് പറഞ്ഞേ. അടി നിർത്തുന്നവരെ എന്തുണ്ട്? വേഗം ചെയ്യും, വേഗം ചെയ്യും, വേഗം ചെയ്യും. എന്റെ തിരുമുമ്പിൽ വരൂ. ഇനി എന്നെ ശല്യപ്പെടുത്തോ? ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാ. പത്മിനി, അവര് പോയി. മതി മതി, അവര് പോയി. കാലക്കേടി. ഇനി അവര് ഈ ഏരിയയിൽ വരൂല.